Good morning, students. Today I'm going to discuss the last chapter, the seventh chapter, alkaloids and terpenes. So, what is an alkaloid and what is a terpene? First, we have to discuss the term alkaloid. The term alkaloid was used to describe a group of nitrogenous bases of plant origin which have significant physiological action. അതായത് നൈട്രോജനസ് ബേസസ് പ്ലാന്റിൽ നിന്നും നമുക്ക് കിട്ടുന്ന നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ബേസസിന്, അങ്ങനെയുള്ള പ്ലാന്റ് ഒറിജിനുള്ള നൈട്രോജനസ് ബേസസിന് എന്തുണ്ടാവും? വിച്ച് ഹാവ് സിഗ്നിഫിക്കൻറ്റ് ഫിസിയോളജിക്കൽ ആക്ഷൻ. അവർക്ക് എന്തെങ്കിലും ഫിസിയോളജിക്കൽ ആക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഹ്യൂമനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അനിമലിലോ ഏതെങ്കിലും തരത്തിലുള്ള ബോഡി ചേഞ്ച് വരുത്താൻ പറ്റുന്ന, ഫിസിയോളജിക്കൽ ആക്ഷൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ആൽക്കലോയിഡ് എന്ന് പറയാം. സോ എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ടാവണം? ദ ടേം ആൽക്കലോയിഡ് ഡിസ്ക്രൈബ് എ ഗ്രൂപ്പ് ഓഫ് നൈട്രോജനസ് ബേസസ് ഓഫ് പ്ലാന്റ് ഒറിജിൻ വിച്ച് ഹാവ് സിഗ്നിഫിക്കൻറ്റ് ഫിസിയോളജിക്കൽ ആക്ഷൻ. സോ നമുക്കറിയാം, അങ്ങനെ പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന കുറേ നൈട്രോജനസ് ബേസസ് ഉണ്ട്. നമ്മൾ കേൾക്കുന്ന കുറേ മോളിക്യൂൾസ് ആണ് നിക്കോട്ടിൻ, കൊനൈൻ എന്നൊക്കെ പറയുന്നത്. നിക്കോട്ടിൻ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ്, നമുക്കറിയാം. സോ ഈ നിക്കോട്ടിനൊക്കെ ഈ ആൽക്കലോയിഡ് എന്ന് പറയുന്ന ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സിൽ പെടുന്നതാണ്. ഈ നിക്കോട്ടിനൊക്കെ എന്താണ്? നൈട്രോജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ബേസസ് ആണ്, പ്ലാന്റിൽ നിന്ന് കിട്ടുന്നതാണ്, നമുക്കറിയാം. അവർക്കൊരു ഫിസിയോളജിക്കൽ ആക്ഷനും ഉണ്ട്, അതും നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് ആൽക്കലോയിഡ് എക്സ്ട്രാക്റ്റഡ് ഇസ് ദ മോർഫിൻ. മോർഫിൻ എന്ന് പറയുന്നതും ഒരു ആൽക്കലോയിഡാണ്. ദാറ്റ് ഈസ് ഒബ്റ്റെയിൻ ഫ്രം ദി ഒപ്പിയം ട്രീ. ഒപ്പിയം ട്രീയിൽ നിന്നാണ് നമുക്ക് മോർഫിൻ ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആൽക്കലോയിഡ് ദാറ്റ് ഈസ് ഐസൊലേറ്റഡ് ഫ്രം എ പ്ലാന്റ്. സോ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആയിരിക്കണം ഒരു ആൽക്കലോയിഡിന് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ദാറ്റ് ഷുഡ് ബി എ പ്ലാന്റ് ഒറിജിൻ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദാറ്റ് വിൽ ബി of having basic nature, and the third one that is having complex structures with the nitrogen heterocycles. Nitrogen heterocycles എന്ന് പറഞ്ഞാൽ നൈട്രോജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള റിങ്സിനെയാണ് നമ്മൾ നൈട്രോജൻ ഹെറ്ററോസൈക്കിൾസ് എന്ന് പറയാം. And the fourth one is significant physiological activity. These are the main properties of an alkaloid. So based on this, what is the definition of alkaloid? Alkaloids are defined as a class of organic nitrogenous bases, generally of plant origin, which have structures containing one or more nitrogen heterocyclic rings and have marked physiological action. So some examples of alkaloids are given below. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ചില ആൽക്കലോയിഡ്സ് നമ്മൾ ഈ പറഞ്ഞ 4 കാറ്റഗറിയിലും പെടാത്തതായിട്ടുണ്ടാവും. അതായത് ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് ആൽക്കലോയിഡിന് പറയാൻ പറ്റില്ല. അതായത് ഇപ്പോൾ പ്ലാന്റ് ഒറിജിൻ അല്ലാത്ത, നൈട്രോജൻ കണ്ടെയ്നിങ് അല്ലാത്ത, അതേപോലെ ബേസിക് നേച്ചർ ഇല്ലാത്ത ചില കോമ്പൗണ്ട്സ് നമ്മൾ ആൽക്കലോയിഡിൻ്റെ കൂട്ടത്തിൽ പെടുത്താറുണ്ട്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇൻ സർട്ടൻ ആൽക്കലോയിഡ്സ്, എഫെഡ്രൈൻ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡിന് നൈട്രോജൻ ഈസ് നോട്ട് പ്രസൻറ്റ് ആസ് പാർട്ട് ഓഫ് ഹെറ്ററോസൈക്ലിക് റിങ്. അപ്പം ഞാനിവിടെ മേലെ അതിൻ്റെ സ്ട്രക്ചർ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആ റിങ്ങിൽ എന്തില്ല, നമുക്ക് നൈട്രജൻ ഇല്ല. അപ്പോൾ നമ്മൾ ആൽക്കലോയിഡിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞത് നൈട്രോജൻ കണ്ടെയ്നിങ് ഹെറ്ററോസൈക്കിൾ ഉണ്ടാവും എന്നാണ്. പക്ഷേ ചില ആൽക്കലോയിഡിൽ അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി നമ്മൾ എഫെഡ്രൈനെ ഒരു ആൽക്കലോയിഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ ഈ എഫെഡ്രൈൻ്റെ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ആ റിങ്ങിൽ നൈട്രോജൻ ഇല്ല. പക്ഷേ പിന്നെ എവിടെയാണ് നൈട്രോജൻ ഉള്ളത്? ആ റിങ് കഴിഞ്ഞ്, ബെൻസിൻ റിങ് കഴിഞ്ഞ് CHOH, CH3, NH3, അവിടെയാണ് നമുക്ക് നൈട്രോജൻ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കോമ്പൗണ്ട്സ് നമ്മൾ ആൽക്കലോയിഡിൻ്റെ ക്ലാസിഫിക്കേഷനിലാണ് പെടുത്തുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ, പിപ്പരിൻ, that is also an alkaloid from black pepper, is neither basic in nature nor does it possess any toxic physiological action. അതായത് ഫിസിയോളജിക്കൽ ആക്ഷൻ ഉണ്ട്, ബ്ലാക്ക് പെപ്പറിന് കിട്ടുന്ന പിപ്പറിന് ഫിസിയോളജിക്കൽ ആക്ഷൻ ഉണ്ട്. എരിവ് നമുക്ക് കിട്ടും, പെപ്പറിൻ്റെ
ബ്ലാക്ക് പെപ്പറിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ആൽക്കലോയിഡാണ് പിപ്പരിന്. അപ്പോൾ നമുക്ക് ഫിസിയോളജിക്കൽ ആക്ഷൻ ഉണ്ട്, പക്ഷെ എന്തില്ല, ടോക്സിക് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ആക്ഷൻസ് ഇല്ല. അതായത് മോസ്റ്റ് ഓഫ് ദ ആൽക്കലോയിഡ്സിനും ഫിസിയോളജിക്കൽ ആക്ഷൻ ഉണ്ടെങ്കിലും ടോക്സിക് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ആക്ഷനാണ് കൂടുതലുള്ളത്. ഇപ്പം നമുക്കറിയാം നിക്കോട്ടിനും മോർഫിനൊക്കെ ടോക്സിക് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ആക്ഷൻസ് ആണ്, പക്ഷേ പിപ്പറിന് എന്തല്ല, ടോക്സിക് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ആക്ഷൻ അല്ല ഉള്ളത്. തേർഡ് വൺ എന്ന് പറയുന്നത് ദ ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് കാൾഡ് പ്യൂരിൻസ് കൺഫേം ടു ദ എബോവ് ഡെഫിനേഷൻ ബട്ട് ആർ നോട്ട് യൂഷ്വലി കൺസിഡേർഡ് ഇൻ ദ ക്ലാസ് ഓഫ് ആൽക്കലോയിഡ്സ്. അതായത് പ്യൂരിൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കോമ്പൗണ്ട്സ് ഉണ്ട്. ദേ ആർ സാറ്റിസ്ഫൈങ് ഓൾ ദ കണ്ടീഷൻസ് ഓഫ് ആൻ ആൽക്കലോയിഡ് ബട്ട് ദേ ആർ നോട്ട് കമ്മിങ് അണ്ടർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽക്കലോയിഡ്സ്. അങ്ങനെയുള്ള കോമ്പൗണ്ട്സും ഉണ്ട്. അതിന് എക്സാമ്പിളാണ് പ്യൂരിൻസ്. A fourth one, alkaloids not only of plant origin but also of animal origin and from synthesis are now known. അതായത് പ്ലാന്റ് ഒറിജിൻ അല്ലാത്ത ആനിമലിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ നമ്മൾ സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആൽക്കലോയിഡ്സും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ പ്ലാന്റ് ഒറിജിൻ എന്ന് പറയുന്ന ആ ഒരു ഡെഫിനേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ആൽക്കലോയിഡിൻ്റെ ഡെഫിനേഷൻ എന്ത് ചോദിച്ചാൽ മോസ്റ്റ് ഓഫ് ദി ആൽക്കലോയിഡ്സും ഈ പറയുന്ന 4 ക്രൈറ്റീരിയം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവും. അതല്ലാത്ത കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി മൂവിങ് ഓൺ ടു ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽക്കലോയിഡ്സ്. ബിഫോർ ദാറ്റ് നമുക്കിതൊന്ന് സമ്മറൈസ് ചെയ്യാം. ആൽക്കലോയിഡ്സിൽ എന്താണ് ആൽക്കലോയിഡ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ ടു ബി സാറ്റിസ്ഫൈഡ് ബൈ ആൻ ആൽക്കലോയിഡ് ആൻഡ് വാട്ട് ആർ ദി എക്സെപ്ഷൻസ് എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. So coming to the classification of alkaloids, classification of alkaloids നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ഒന്ന് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ, അതായത് ആ ആൽക്കലോയിഡിൽ ഏത് നൈട്രജൻ ഹെട്രോസൈക്കിളാണ് വരുന്നത് എന്നതിനനുസരിച്ച് നമുക്ക് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ. ഇനി അതല്ലാതെ ഈ ഫിസിയോളജിക്കൽ ആക്ഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഫിസിയോളജിക്കൽ ആക്ഷനെ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അനാൽജസിക് ആൽക്കലോയിഡ്സ്. അനാൽജസിക് ആൽക്കലോയിഡ്സ് എന്ന് പറഞ്ഞാൽ അനാൽജസിക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത് പെയിൻ കില്ലർ എന്നുള്ളതാണ്. അപ്പോൾ പെയിൻ കില്ലർ ആയിട്ടുള്ള ആൽക്കലോയിഡ്സ് ഉണ്ട്. അതുപോലെ കാർഡിയോ ആക്റ്റീവ് ആൽക്കലോയിഡ്സ്, അതായത് ഹാർട്ടിന് എന്തെങ്കിലും ഫിസിയോളജിക്കൽ ആക്ഷൻ കൊടുക്കുന്ന, കാർഡിയോ ആക്റ്റീവ് ആക്കുന്ന ടൈപ്പ് ഓഫ് ആൽക്കലോയിഡ്സ് ഉണ്ട്. അത് ക്ലാസ് ഓഫ് ആൽക്കലോയിഡ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫിസിയോളജിക്കൽ ആക്ഷനെ ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ ആണ്. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ നൈട്രോജൻ ഹെട്രോസൈക്കിൾ പ്രസൻറ്റ് ഇൻ ദി ആൽക്കലോയിഡ്. So moving on to the structural classification, there are 10 and more than 10 types of alkaloids. First one is phenylethylamine alkaloids. Phenylethylamine alkaloids contain phenylethylamine as the nitrogen containing ring. That is example ephedrine, triamine, etc. So ephedrine structure നമ്മൾ മുകളിൽ കണ്ടതാണ്. അതായത് നൈട്രജൻ ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ദ റിംഗ് ബട്ട് ഫിനൈൽ റിംഗ് ഉണ്ടാവും, പിന്നെ ഈഥൈൽ ഉണ്ടാവും, പിന്നെ അമീൻ ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. And the second one is pyridine alkaloid. Pyridine containing alkaloids are known as pyridine alkaloids. Ricinoline, trigonelline, etc. are the examples. ഇനി മൂന്നാമത്തത് pyrrolidine alkaloids that are containing pyrrolidine as the ring structure. Fourth one is pyridine pyrrolidine alkaloids. ആ ഒരു കേസിലാണ് നമുക്ക് നിക്കോട്ടിനൊക്കെ വരുന്നത്. അതായത് പിരിഡിൻ റിംഗും ഉണ്ടാവും, അതിൽ പൈറോളിഡിൻ റിംഗും ഉണ്ടാവും. നിക്കോട്ടിൻ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിക്കാനുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഫിഫ്ത്ത് വൺ ഈസ് പിപ്പരിഡിൻ ആൽക്കലോയിഡ്. പിപ്പിരിഡിൻ എന്ന് പറയുന്ന റിങ് വരുന്ന ആൽക്കലോയിഡ്സിനെയാണ് നമ്മൾ പിപ്പരിഡിൻ ആൽക്കലോയിഡ്സ് എന്ന് പറയുക. ക്വനൈൻ, പിപ്പരിൻ ആണ് എക്സാമ്പിൾസ്. ക്വനൈനും ഇതുപോലെ നമുക്ക് സ്ട്രക്ചർ പഠിക്കാനുണ്ട്. സിക്സ്ത് വൺ ഈസ് ക്യുനോളിൻ ആൽക്കലോയിഡ്. എക്സാമ്പിൾ ക്യുനൈനും നമുക്ക് പഠിക്കാൻ. നമുക്ക് നിക്കോട്ടിൻ, ക്വനൈൻ, ക്യുനൈൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി സെവൻത്ത് വൺ ഈസ് ഐസോക്വിനോളിൻ ആൽക്കലോയിഡ്സ് ഇൻ വിച്ച് ദ നൈട്രോജൻ ഹെട്രോസൈക്കിൾ ഈസ് ഐസോക്വിനോളിൻ. എയ്ത്ത് വൺ ഈസ് ഇൻഡോൾ ആൽക്കലോയിഡ്. ഇൻഡോൾ ആൽക്കലോയിഡ്സ് കണ്ടെയ്നിങ് ഇൻഡോൾ ആസ് ദി നൈട്രോജൻ ബേസ്.
propane alkaloids, example cocaine, atropine, etc. And phenandrine alkaloids. Phenandrine alkaloids നമ്മുടെ നാഫ്തലിൻ്റെ കൂടെ ഒരു അരോമാറ്റിക് ബെൻസിൻ റിങ്ങും കൂടിയുള്ള ഒരു സ്ട്രക്ചറാണ് ഫിനാന്ത്രീൻ. അപ്പോൾ അതുള്ള ആൽക്കലോയിഡ്സിനെ നമ്മൾ ഫിനാന്ത്രീൻ ആൽക്കലോയിഡ്സ് എന്നാണ് പറയുന്നത്. ആ ഒരു കാറ്റഗറിയിലാണ് നമുക്ക് മോർഫിൻ, കൊഡീൻ എന്ന് പറയുന്ന ടോക്സിക് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി ഉള്ള ആൽക്കലോയിഡ്സ് വരുന്നത്. അപ്പം ഈ നമ്മളീ പറഞ്ഞ മിക്കവാറും മെജോറിറ്റി ഓഫ് ദി ആൽക്കലോയിഡ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ആ 4 ക്രൈറ്റീരിയ. അതിൽ ചിലത് മാത്രം ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യാത്തതുള്ളൂ. സോ the important classification is the structural classification, and there are 10 or more than 10 type of alkaloids are there. So moving on to the general physical properties of alkaloids, except for few like quinine, nicotine, etc., which are liquids, the majority of alkaloids are colorless crystalline solids. കളർലെസ് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ് നമുക്ക് ആൽക്കലോയിഡായിട്ട് കാണാൻ പറ്റുന്നത്. അതിൽ ക്വനൈന്, നിക്കോട്ടിന് ഒക്കെ ലിക്വിഡ്സ് ആണ്. ക്വനൈനും നിക്കോട്ടിനും നമുക്ക് പ്ലാന്റിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത് ലിക്വിഡായിട്ടാണ്, മറ്റതെല്ലാം സോളിഡ്സ് ആണ്. Except for the liquid alkaloids, they are insoluble or sparingly soluble in water. Liquid alkaloids അല്ലാത്തതെല്ലാം വാട്ടറിൽ സൊലുബിൾ ആണ്. പിന്നെ അവർ ഓർഗാനിക് സോൾവൻസിൽ വാട്ടറിൽ ഇൻസൊലുബിൾ ആണ്, ഓർഗാനിക് സോൾവൻസിൽ ദേ ആർ സൊലുബിൾ. അതായത് നമുക്കറിയാം അതിനൊരു ബേസിക് നേച്ചറാണ് ഉള്ളത്, നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ അവർ വാട്ടറിൽ അത്ര സൊലുബിൾ അല്ല, പോളാർ അല്ല. മോസ്റ്റ് ഓഫ് ദ alkaloids are not polar, and they have different alkyl groups. നമുക്കറിയാം ആൽക്കൈൽ ഗ്രൂപ്പ്സ് കൂടുതലുള്ളത് മോസ്റ്റ് ഓഫ് ദ ടൈം they are insoluble in water, but they are soluble in some of the organic solvents. Third one, they are optically active, majority being levorotatory. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്ന കോമ്പൗണ്ട്സ് ആണ് എന്ന് പറഞ്ഞാൽ, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്ന കോമ്പൗണ്ട്സ് ആണെന്ന് പറഞ്ഞാൽ they can rotate the plane polarized light either into left or into the right. നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്താണ്, ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്താണ്, ലീവോ റൊട്ടേറ്ററി എന്താണ്. ഇഫ് ദ plane polarized light is rotated to left ആണെങ്കിൽ that is known as levo rotatory. If the rotation is to right ആണെങ്കിൽ that is known as dextro rotatory. So most of the alkaloids are optically active and they are levorotatory. Fourth one, they are basic in nature and thereby react with the acids to form salts. നമുക്കറിയാം, നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നിട്ടുള്ളതാണ് ബേസിക് നേച്ചറാണ് ആൽക്കലോയിഡ്സിനുള്ളത്. നമുക്കറിയാം നൈട്രജൻ കണ്ടെയ്നിങ് ഹെട്രോസൈക്കിൾസ് ഒക്കെയാണ്. അപ്പോൾ നൈട്രജൻ്റെ കേസിൽ അവർക്ക് എപ്പോഴും ലോൺ പെയർ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള കോമ്പൗണ്ട്സ് ബേസിക് നേച്ചറാണ് കാണിക്കുക. അതുകൊണ്ട് അത് ബേസിക് ആണ്. അത് പ്ലാന്റിൽ അവർ എക്സിസ്റ്റ് ചെയ്യുന്നത് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സോൾട്ട് ഫോമിലാണ് പ്ലാന്റിൽ അവർ എക്സിസ്റ്റ് ചെയ്യുന്നത്. These are the main important properties of alkaloids. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ് ആൽക്കലോയിഡ്, what is the definition, and what are the different exceptions for the definition of alkaloid, and classification of alkaloids, and finally general properties of alkaloids. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് 3 കോമ്പൗണ്ട്സിനെ പഠിക്കാനുണ്ട്. ക്വനൈൻ, നിക്കോട്ടിൻ, ക്യുനൈൻ. ഈ 3 കോമ്പൗണ്ട്സിൻ്റെ സ്ട്രക്ചർ, ആക്ടിവിറ്റി ആൻഡ് ദെയർ ഒറിജിൻ ആൻഡ് ദെയർ യൂസസ്, ഇത്രയും കാര്യങ്ങളാണ് ഓരോ ആൽക്കലോയിഡിൻ്റെയും പഠിക്കാനുള്ളത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഓരോ ആൽക്കലോയിഡിനെയും നോക്കിയിട്ട് പഠിക്കാം.